ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാഠം 10 ഇത് രണ്ടാമത്തെ എക്സസൈസാണ്. ഇത് പൂരിപ്പിക്കലാണ്. ലമീർ കൊണ്ട് പൂരിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ജുംല തന്നിട്ടുണ്ട്, അതിൽ ലമീർ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ലമീർ കൊണ്ട് എന്താക്കണം? പൂരിപ്പിക്കണം. ഓക്കെ അപ്പോൾ ആദ്യത്തത് ഹാദിഹിൽ ബിന്തു ത്വാലിബത്തുൻ. ഈ പെൺകുട്ടി വിദ്യാർത്ഥിനിയാണ്. കാരണം ഹാദിഹി ഉണ്ട്, ഇസ്മുൽ ഇഷാര, അതിനുശേഷം അലിഫ്ലാമുള്ള ഇസ്മ വന്നു, അൽ ബിന്തു. അപ്പോൾ എങ്ങനെ അർത്ഥം വരാം? ഈ പെൺകുട്ടി. അവിടെ അലിഫ്ലാം ഇല്ലായിരുന്നെങ്കിലോ, ഹാദിഹി ബിന്തു എന്നായിരുന്നെങ്കിലോ, ഇതൊരു പെൺകുട്ടിയാകുന്നു. സെൻറ്റൻസ് പൂർത്തിയായി. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, ബിന്തുൻ ഖബറുൻ മർഫൂൻ. പക്ഷെ ഇവിടെ നമ്മൾ പഠിച്ചു ഹാദിഹി ശേഷം അലിഫ്ലാം ഉണ്ട്. അപ്പോൾ അലിഫ്ലാം വന്നാൽ ഈ പെൺകുട്ടി എന്ന് അർത്ഥം വരുള്ളൂ. അപ്പോൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്കൊരു ഖബർ വേണം. അതാണ് ത്വാലിബത്തുൻ, വിദ്യാർത്ഥിനിയാണ്. ഈ പെൺകുട്ടി വിദ്യാർത്ഥിനിയാണ്. ത്വാലിബത്തുൻ ആണ് ഖബറുൻ മർഫൂൻ. അപ്പോൾ അൽ ബിന്തു പെൺകുട്ടി ആയതുകൊണ്ട് ആ ഖബറും എന്തായിരിക്കണം? ത്വാലിബത്തുൻ എഴുതണം. ത്വാലിബുൻ എഴുതരുത്, ആ വിദ്യാർത്ഥി എന്നേ വരുള്ളൂ. ത്വാലിബത്തുൻ വിദ്യാർത്ഥിനി. ഇനിയാണ് എക്സസൈസ് വരുന്നത്. പൂരിപ്പിക്കുക. ലമീർ കൊണ്ട് പൂരിപ്പിക്കണം. ഹു അല്ലെങ്കിൽ ഹ ഏതാ വരുന്നത് അത് പൂരിപ്പിക്കണം. അപ്പോൾ ഇസ്മു ഡാഷ് സൈനബു. അപ്പോൾ സൈനബാണ് അവളുടെ പേര് എന്നല്ലേ വരണ്ടേ? അപ്പോൾ ഏത് ലമീറാണ് വരണ്ടേ? ഇസ്മു ഹാ. കാരണം മുഅന്നസാണ്, പെൺകുട്ടിയാണ്. അവളുടെ പേര് എന്ന് വരണമെങ്കിൽ ഇസ്മുഹ സൈനബു. അപ്പോൾ ഇസ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, ഹാ മുലാഫിൽ മജ്റൂർ, സൈനബു ഖബർ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. ഓക്കെ, അടുത്തത് മുഹമ്മദുൻ തബീബുൻ. മുഹമ്മദ് ഒരു ഡോക്ടറാണ്. മുഹമ്മദ് മുബ്തദഉൻ മർഫൂൻ, തബീബുൻ ഖബറുൻ മർഫൂൻ. വബ്നു. അപ്പോൾ വാ വന്നു. അപ്പോൾ അതിന് ശേഷം ഹംസത്തുൽ വസ്ൽ വന്നാൽ അത് ഉച്ചരിക്കൂല. വബ്നു, ഇബ്നു എന്ന് പറയൂല, വബ്നു. അപ്പോൾ വബ്നു ഡാഷ് മുഹന്ദിസുൻ. അപ്പോൾ ഏത് ലമീറാ വരാ? എഞ്ചിനീയറാണ് ഡാഷ് മകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് വരണം അല്ലേ? അപ്പോൾ വബ്നുഹു മുദക്കറാണ്, ആണുങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, പുരുഷനാണ്, ആണിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വബ്നുഹു മുഹന്ദിസുൻ, അദ്ദേഹത്തിൻ്റെ മകൻ എഞ്ചിനീയറാണ്. വാ ഹർഫു അത്തഫ്, ഇബ്നു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, ഹു മുലാഫിലെ മജ്റൂർ, മുഹന്ദിസുൻ ഖബറുൻ മർഫൂൻ. ബാറകല്ലാഹു ഫീക്കും. അടുത്തത് ഹാദർ റജുലു താജിറുൻ കബീറുൻ. ഈ പുരുഷൻ വലിയ കച്ചവടക്കാരനാണ്. അപ്പോൾ ഹാദ ഉണ്ടാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ശേഷമുള്ള ഇസ്മിന് അലിഫ്ലാം ഉണ്ടോ ഇല്ലേന്ന്. അലിഫ്ലാം ഉണ്ടെങ്കിൽ അത് ബദലാണ്. അപ്പോൾ ഹാദർ റജുലു ഈ പുരുഷൻ, താജിറുൻ കച്ചവടക്കാരനാണ്, കബീറുൻ വിശേഷിപ്പിക്കുകയാണ്, വലിയ കച്ചവടക്കാരനാണ്. ഹാദ മുബ്തദഉൻ മർഫൂൻ, അർ റജുലു ബദൽ, താജിറുൻ ഖബറുൻ മർഫൂൻ. പിന്നെ കബീർ എന്താ? നാത്ത്. അപ്പോൾ താജിറിന് അലിഫ്ലാമില്ല, അപ്പോൾ കബീറിനും അലിഫ്ലാമില്ല. താജിറുൻ ഖബർ മർഫൂ ആണ്, അപ്പോൾ കബീറിനും നാത്തായതുകൊണ്ട് മർഫൂ ആണ്. താജിറുൻ മുദക്കറാണ്, കബീറിനും മുദക്കറാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ഒത്ത് വരണം നാത്ത് മന്നൂത്തിന്. ഇനി ഇസ്മു ഡാഷ് അബ്ദുല്ലാഹി. അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നല്ലേ വരണ്ടേ? ഓക്കെ, അപ്പോൾ എന്ത് വരണം? ഇസ്മുഹു.
ഇസ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് ഹു മുലാഫിലെ മജ്റൂർ. പിന്നെ അബ്ദുല്ലാഹി അബ്ദു ഖബർ വഹുവ മുലാഫ് അല്ലാഹി ഇസ്മുൽ ജലാല മുലാഫിലെ മജ്റൂർ. കാരണം ശരിക്കും അബ്ദുല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിൻ്റെ അടിമ. അപ്പം മുലാഫ് മുലാഫിലെയാണ്. ഓക്കെ. അപ്പോൾ അബ്ദു ഖബർ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ വഹുവ മുലാഫ് അല്ലാഹി മുലാഫിലെ മജ്റൂർ. അടുത്ത നോക്കാം. ആമിനത്തു ഫിൽ ഗുർഫത്തി. ആമിന റൂമിലാണ്. അപ്പോൾ ആമിന മുബ്തദഉൻ മർഫൂൻ ഫി ഹർഫു ജർ അൽ ഗുർഫത്തി ഇസ്മ മജ്റൂർ. ഹർഫു ജർ വന്നാൽ പിന്നെ തൊട്ടിപ്പുറം ഇസ്മ മജ്റൂർ. ജാറും വ മജ്റൂർ ഷിബു ജുംല ഖബർ ആമിന. ഓക്കെ. ആമിനൻ്റെ ഖബർ. അപ്പോൾ ഇത് രണ്ടാമത്തേനും ഖബറാണ് നമ്മൾ പഠിച്ചത്. വ ഉമ്മു ഡാഷ് ഫിൽ മത്ബഖി. കിച്ചണിലാണ് അവളുടെ ഉമ്മ എന്ന് പറഞ്ഞത്. അവളുടെ ഉമ്മ. അപ്പോൾ വ ഉമ്മു ഹാ. വ ഉമ്മു ഹാ. അവളുടെ ഉമ്മ കിച്ചണിലാണ്. വ ഹർഫു അത്ഫ് ഉമ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് ഹാ മുലാഫിലെ മജ്റൂർ ഫി ഹർഫു ജർ അൽ മത്ബഖി ഇസ്മ മജ്റൂർ ജാറും വ മജ്റൂർ ഷിബു ജുംല ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ. ഇനി അടുത്തത് ആയിഷത്തു തബീബത്തുൻ. ആയിഷ ഒരു ഡോക്ടറാണ്. അപ്പോൾ സ്ത്രീ ആയതുകൊണ്ടാണ് തബീബത്തുൻ. ഓക്കെ. അത് മനസ്സിലാകുന്നുണ്ടല്ലോ. ആയിഷ പെണ്ണായതുകൊണ്ടാണ് തബീബത്തുൻ. നമ്മൾ മുകളിൽ മുഹമ്മദ് ആണായതുകൊണ്ട് തബീബുൻ. ആ വ്യത്യാസം മനസ്സിലാക്കണം. ആണായാൽ തബീബുൻ, പെണ്ണായാൽ തബീബത്തുൻ. ഓക്കെ. അപ്പോൾ ആയിഷത്തു ആയിഷ ഡോക്ടറാണ്. ആയിഷ മുബ്തദഉൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ തബീബത്തുൻ. വ ഉഖ്തു ഡാഷ് മുമർരിലത്തുൻ. മുമർരിലത്തുൻ നമ്മൾ പഠിച്ചതാണ്. നേഴ്സാണ്. അവളുടെ സഹോദരി. അവളുടെ സഹോദരി. അപ്പം എന്താ വരാം? വ ഉഖ്തുഹാ. ഉഖ്തുഹാ. വ ഹർഫു അത്ഫ് ഉഖ്തു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് ഹാ മുലാഫിലെ മജ്റൂർ. മുമർരിലത്തുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. ഇപ്പോൾ ഇവിടെ ആണായിരുന്നെങ്കിൽ മുമർരിലുൻ എന്നാണ് പറയാം. പക്ഷെ പെണ്ണാണ്. പെണ്ണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ മുമർരിലത്തുൻ. അടുത്തത് ഖറജ മുഹമ്മദുൻ മിനൽ ഫസ്ലി വ ഖറജ മഅഹു ജമീലു ഡാഷ്. അപ്പോൾ ഖറജ മുഹമ്മദുൻ മിനൽ ഫസ്ലി. ക്ലാസ് റൂമിൽ നിന്ന് മുഹമ്മദ് പുറപ്പെട്ടു. അപ്പോൾ ഇത് ജുംല ഫീലിയാണ്. പുറപ്പെടുക ഒരു ക്രിയയാണ് ഖറജ. അപ്പോൾ അതിന് ഫീലുണ്ടാകണം, ഫായിലുണ്ടാകണം. ഏതാ ഫീല്? ഖറജ. എന്തുകൊണ്ട് ജുംല ഫീലിയാന്നിപ്പം പറയുന്നു? ഇതുവരെ നോക്കിയതൊക്കെ ജുംല ഇസ്മിയാണ്. കാരണം ഇസ്മ കൊണ്ട് ആരംഭിക്കുന്നു. ഇവിടെ ഖറജനെ കൊണ്ട് ആരംഭിക്കുന്നത് ഇസ്മല്ല, ഫീലാണ്. അപ്പോൾ ജുംല ഫീലിയ. അപ്പോൾ അതിൻ്റെ ഫായിൽ ഏതാ? ആ ക്രിയ പുറപ്പെടുന്ന ക്രിയ നടത്തുന്ന ആരാ? മുഹമ്മദ്. അപ്പോൾ മുഹമ്മദാണ് ഫായിൽ. ഫായിലിൻ്റെ അടയാളം എന്തായിരിക്കണം? മർഫൂ. കാരണം നമുക്കറിയാം ഫായിൽ എപ്പോഴും മർഫൂ ആണ്. അപ്പോൾ ഖറജ മുഹമ്മദുൻ എന്നേ പറയാൻ പാടുള്ളൂ. മുഹമ്മദൻ മുഹമ്മദിന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഖറജ മുഹമ്മദുൻ. അപ്പോൾ ഫീലും ഫായിലുമായി. മിന്നെന്താ? ഹർഫു ജർ. അൽ ഫസ്ലി എന്താ? ഇസ്മ മജ്റൂർ. കാരണം ഹർഫ് ജറിന് ശേഷം ഇസ്മ മജ്റൂർ. അപ്പോൾ ജാർ വ മജ്റൂർ ഷിബു ജുംല. ഖബർ എന്ന് പറയോ? ഇല്ല. കാരണം ഇതിന് മുബ്തദ ഇല്ല. ഇത് ജുംല ഫീലിയാണ്. ബാറക്കല്ലാഹു ഫീക്കും. വ ഖറജ മഅഹു. അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെടുകയും ചെയ്തു. ജമീലു ഹു. അദ്ദേഹത്തിൻ്റെ സഹപാഠി. അപ്പോൾ വ ഖറജ് വ ഹർഫു അത്ഫ് പിന്നെയും ജുംല ഫീലിയാണ്. ഫീല് കൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ ഖറജ ഫീല്. ഫായിൽ എവിടെ? അപ്പോൾ മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെടുകയും ചെയ്തു. ആര്? ജമീലുഹു. അപ്പോൾ ആരെവിടെ പുറപ്പെടുന്നത്? ആരാണ് ആ ക്രിയ നടത്തുന്നത്? പുറപ്പെടുന്ന ആരാ? ജമീൽ. അപ്പോൾ ജമീലാണ് ഫായിൽ.
അപ്പോൾ ജമീലിൻ്റെ അടയാളം എന്തിരിക്കണം? ജമീലു. കാരണം ഫായിൽ മർഫു ആണ്. കർത്താവ് എപ്പോഴും മർഫു ആണ്. കർത്താവ് ജമീലാണ് ആ ക്രിയ ചെയ്യുന്നത്. അപ്പോൾ ഖറജ മഅഹു ജമീലുഹു. അപ്പോൾ ജമീലാണ് ഫായിൽ. വഹുവ മുലാഫ്. കാരണം ഹൂയിൻ്റെ കൂടെ ചേർന്നപ്പോൾ അത് മുലാഫ്, ജമീൽ മുലാഫാവും. കാരണം നമുക്കറിയാം ദമീർ മുത്തസിൽ ഇസ്മിൻ്റെ കൂടെ ചേർന്നാൽ അത് മുലാഫ് മുലാഫിലെയാണ്. അപ്പോൾ ജമീൽ ഫായിലുമാണ്. വഹുവ മുലാഫ്, ഹു മുലാഫിലെ മജ്റൂർ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ നിർത്താം. ബാറക്കല്ലാഹു ഫീക്കും.